ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീസ് PSC വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ വരാൻ പോകുന്ന നമ്മുടെ കമ്പനി ബോർഡ്, ബെവ്കോ, VFA എന്നിവയ്ക്കുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നൽകുന്നത്. നമുക്കറിയാം, ഇന്നലെ ജൂലൈ 18 10th പ്രിലിംസിൻ്റെ 2 ഘട്ടങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ രാവിലത്തെ എക്സാം മാത്രമേ നടന്നുള്ളൂ. ഉച്ച കഴിഞ്ഞത്തെ എക്സാം ക്യാൻസലാക്കിയാരെയൊക്കെ നിങ്ങൾ അറിഞ്ഞാണ്. നിങ്ങളിൽ പലരും എക്സാം സെൻറ്ററിൽ ചെന്നിട്ട് തിരിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായി കാണും അപ്പോൾ എനിക്ക് എന്തായാലും രാവിലെ ആയിരുന്നു, എനിക്ക് എക്സാം എഴുതാൻ പറ്റി. പക്ഷെ ഉച്ച കഴിഞ്ഞുള്ള കുട്ടികളുടെ അവസ്ഥ വളരെ ദുഃഖകരമായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേറൊരു ദിവസം PSC അറേഞ്ച് ചെയ്യുമായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ എക്സാമിന് മുന്നേ ആയിട്ട് 2-3 ദിവസങ്ങളിലായിട്ട് ഷുവർ ഷോർട്ട് കറണ്ട് അഫയേഴ്സ് ആണ് ചെയ്തത്. അതിൽ നിന്നും രാവിലെ ഉള്ള എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നായിരുന്നു. അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമ്മൾ പഠിപ്പിച്ചതിൽ നിന്നും ക്വസ്റ്റ്യൻ വരിക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ് അപ്പോൾ നിങ്ങൾ ക്ലാസ് കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ലാസ് കണ്ടവർക്കറിയാം. ഓക്കെ, അവാർഡുകളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് നമ്മുടെ പഴയ, അതായത് 2025 കറണ്ട് അഫയേഴ്സ് ജൂലൈയിലെ വരെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കി ജൂലൈ തീർന്നിട്ടുണ്ട്, ഇനി ഓഗസ്റ്റിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ തുടങ്ങുന്നത് 2025 ഓഗസ്റ്റിലെ കറണ്ട് അഫയേഴ്സ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, തുടങ്ങിയാലോ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. അന്താരാഷ്ട്ര ആർക്കൈവ്സ് ഹെറിറ്റേജ് സെന്റർ നിലവിൽ വന്നത് എവിടെയാണ്? ഏത് ക്യാമ്പസിലാണെന്നുള്ളതാണ്. എന്താണ്? അന്താരാഷ്ട്ര ആർക്കൈവ്സ് ഹെറിറ്റേജ് സെന്റർ നിലവിൽ വന്നത് ഏത് ക്യാമ്പസിലാണ്? ഏത് ക്യാമ്പസിലാടാ? കാര്യവട്ടം ക്യാമ്പസ്. എവിടെയാ കാര്യവട്ടം എന്ന് പറയുന്ന സ്ഥലം? തിരുവനന്തപുരത്താണ് നിങ്ങൾക്ക് അറിയാം. തിരുവനന്തപുരം ജില്ലയിലെ കാര്യവട്ടം ക്യാമ്പസിലാണ് എന്ത് നിലവിൽ വന്നത്? അന്താരാഷ്ട്ര ആർക്കൈവ്സ് ഹെറിറ്റേജ് സെന്റർ നിലവിൽ വന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ലോകത്തിലെ ഏറ്റവും വലിയ താളിയോല കയ്യെഴുത്ത് പ്രതി മ്യൂസിയം വരുന്നുണ്ട്. അതെവിടെയാണ് വന്നത്? ലോകത്തിലെ തന്നെ ഏറ്റവും വലുതാണ്. ഓക്കെ, അത് തിരുവനന്തപുരം കിഴക്കേക്കോട്ട എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലുതായിട്ടുള്ള താളിയോല കയ്യെഴുത്ത് പ്രതി മ്യൂസിയം നിലവിൽ വരുന്നത്. ഓക്കെ അല്ലേ? തിരുവനന്തപുരത്ത് സ്ഥലം ഏതാണ്? കിഴക്കേക്കോട്ട. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം നമുക്ക്. കേരളത്തിലെ ആദ്യത്തെ AI റോബോട്ടിക് ലാബ് ഏത് സർക്കാർ സ്കൂളിലാണ് നിലവിൽ വന്നത്? ഇപ്പൊ എല്ലാം AI ആണല്ലോ അപ്പൊ AI റോബോട്ടിക് ലാബ് നമ്മുടെ ഏതോ ഒരു സ്കൂളിൽ നിലവിൽ വന്നിട്ടുണ്ട്. അത് ഏത് സ്കൂളിലാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏത് സ്കൂളിലാ? പൂവത്തൂർ ഗവൺമെന്റ് സ്കൂളിലാണ്. പൂവത്തൂർ എന്ന് വെച്ചാൽ എവിടെയാണ് ജില്ല? മലപ്പുറം ജില്ലയാണ്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ AI റോബോട്ടിക് ലാബ് നിലവിൽ വന്നത് ഏത് സർക്കാർ സ്കൂളിലാണ് എന്ന് ചോദിച്ചാൽ ഏത് സർക്കാർ സ്കൂളിലാണ്? പൂവത്തൂർ ഗവൺമെന്റ് സ്കൂളിലാണ്. ഓക്കെ അല്ലേ? ജില്ല മലപ്പുറം എന്ന് ഓർത്ത് വെച്ചേക്കണം. നെക്സ്റ്റ് ഒരു പുരസ്കാരമാണ്. 18ാമത് മലയാറ്റൂർ അവാർഡ് ലഭിച്ച വ്യക്തി ആരാണ്? ഈ സന്തോഷ് കുമാർ. ഈ സന്തോഷ് കുമാറിനെ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ട് അല്ലെ? നമ്മുടെ വയലാർ അവാർഡ് 2025 നേടിയ വ്യക്തിയാണ് ആര്? ഈ സന്തോഷ് കുമാർ അല്ലെ? തപോമയുടെ അച്ഛൻ എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് വയലാർ അവാർഡ് കിട്ടിയത്. 49ാമത് വയലാർ അവാർഡ് മേടിച്ച വ്യക്തിയാണ് ഈ സന്തോഷ് കുമാർ. അത് നമ്മൾ പഠിച്ചതാണ്. ഇപ്പൊ ഇവിടെ പറയുന്നത് 2025 എന്ന് പറയുമ്പോൾ അത് 18ാമത് മലയാറ്റൂർ പുരസ്കാരമാണ് അല്ലെ? അത് നേടിയത് ആരാണ്? ഈ സന്തോഷ് കുമാർ ആണ്, തപോമയുടെ അച്ഛൻ. ഓക്കെ, നെക്സ്റ്റ്. ഏറ്റവും ദൈർഘ്യമേറിയ സ്വാതന്ത്ര്യ ദിന പ്രസംഗം ആരാണ് നടത്തിയത്? നമുക്കറിയാം, നമ്മുടെ നരേന്ദ്രമോദിയാണ് അല്ലെ? അതായത് ഏറ്റവും ദൈർഘ്യമേറിയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ ദിന പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത്. ഓക്കെ, അത് എത്ര സമയമാണെന്ന് ചോദിച്ചാൽ 103 മിനിറ്റ് ആണ്. നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡിനെയാണ് അദ്ദേഹം തകർത്തിട്ടുള്ളത്. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കുക. ഇനി എത്രാമത് സ്വാതന്ത്ര്യ ദിനമാണ് 2025 ആഘോഷിച്ചത്? 79ാമത് സ്വാതന്ത്ര്യ ദിനമാണ്. 79ാമത്. അപ്പൊ ആ സ്വാതന്ത്ര്യ ദിനത്തിന് പ്രമേയം ഉണ്ടാവുമല്ലോ. അതെന്താണ് ആ പ്രമേയം? നയാ ഭാരതം. എന്താണ്? നയാ ഭാരതം എന്നുള്ളതാണ് 79ാമത് സ്വാതന്ത്ര്യ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. നയാ ഭാരത്, മറക്കരുത്. അടുത്തത് K-Phone. എല്ലാരും കേട്ടിട്ടുണ്ടാവും അല്ലെ? K-Phone എന്ന് പറഞ്ഞാൽ എന്താ? കേരള ഫൈബർ ഒപ്റ്റിക്കൽ നെറ്റ്വർക്ക് എന്നുള്ളതാണ് K-Phone. ഇതിന്റെ ഭാഗ്യചിഹ്നം, K-Phoneന്റെ ഭാഗ്യചിഹ്നമാണ് ഫിബോ എന്ന കടുവ. ഫിബോ എന്ന് പറയുന്നത് എന്താണ്? കടുവയാണ് അല്ലെ? അപ്പോ ഫിബോ എന്ന കടുവയാണ് K-Phoneന്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, ഇതിനു മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്, ഇനിയും ചോദിക്കും. ഓക്കെ, K-Phoneന്റെ ഭാഗ്യചിഹ്നം ഫിബോ എന്ന കടുവ. അടുത്തത് IOCയുടെ മാനസികാരോഗ്യ അംബാസിഡർ ആയിട്ട് നിയമിതനായ വ്യക്തി എന്താണ്? ഇന്ത്യൻ ഒളിമ്പിക് കമ്മിറ്റി, അതാണ് IOC അല്ലെ? IOCയുടെ മാനസികാരോഗ്യ അംബാസിഡർ ആയിട്ട് നിയമിതനായത് നമ്മുടെ അഭിനവ് ബിന്ദ്ര അല്ലെ? ഷൂട്ടിംഗ് താരമായിട്ടുള്ള അഭിനവ് ബിന്ദ്ര. ഷൂട്ടിങ്ങില് വ്യക്തിഗത ഇനത്തില് സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ വ്യക്തിയാണ് ആര്? നമ്മുടെ അഭിനവ് ബിന്ദ്ര. അപ്പൊ അദ്ദേഹമാണ് IOC
ഒയുടെ മാനസികാരോഗ്യ അംബാസിഡർ ആയിട്ട് നിയമിതനായിട്ടുള്ളത്. ഓക്കെ അല്ലേ? അടുത്തത് ഒരു വേദിയാണ്. എന്തിന്റെ വേദിയാണ്? ഷാൻഹായ് കോർപ്പറേഷൻ. എന്താണ്? ഷാൻഹായ് കോർപ്പറേഷൻ ഉച്ചകോടി വേദി. 2025 ഷാൻഹായ് കോർപ്പറേഷൻ ഉച്ചകോടി വേദിയാണ് ടിയാൻജിൻ, ചൈന. ചൈനയിലെ ടിയാൻജിൻ ആണ്. അപ്പൊ 2024 വേദി അറിയണ്ടേ? അത് കസാക്കിസ്ഥാനിലെ അസ്താനയാണ്. അപ്പൊ ഓർത്ത് വെച്ചേക്ക, 2025 ഷാൻഹായ് കോർപ്പറേഷൻ ഉച്ചകോടി വേദി എവിടെയാണ്? ചൈനയിലെ ടിയാൻജിനും. 2024 വേദി ഏതാണ്? കസാക്കിസ്ഥാനിലെ അസ്താനയുമാണ്. ഓക്കെ അല്ലേ? അടുത്തത് കുറച്ച് ദിനങ്ങളാണ്. ഓഗസ്റ്റിൽ കുറച്ച് ദിനങ്ങൾ വരുന്നുണ്ട്, അത് പഠിക്കണം. ഓഗസ്റ്റ് 9 എല്ലാവർക്കും അറിയാം, നാഗസാക്കി ദിനമാണ്. ഓഗസ്റ്റ് 9 എന്താണ്? നാഗസാക്കി ദിനമാണെന്ന് ഓർക്കുക. ദെൻ ഓഗസ്റ്റ് 12 അന്താരാഷ്ട്ര യുവജന ദിനമാണ് കേട്ടോ. അന്താരാഷ്ട്ര യുവജന ദിനമാണ് ഓഗസ്റ്റ് 12. ഓഗസ്റ്റ് 13 എന്താണ്? ലോക അവയവദാന ദിനമാണ്. എന്താണ്? ലോക അവയവദാന ദിനമാണ്. ഓഗസ്റ്റ് 20 എന്താണ്? രാജീവ് ഗാന്ധിയുടെ ജന്മദിനമാണ്. രാജീവ് ഗാന്ധിയുടെ ജന്മദിനമാണ് ഓഗസ്റ്റ് 20. അപ്പൊ ഒന്നുകൂടെ, ഓഗസ്റ്റ് 9 നാഗസാക്കി ദിനം, ഓഗസ്റ്റ് 12 അന്താരാഷ്ട്ര യുവജന ദിനം, ഓഗസ്റ്റ് 13 ലോക അവയവദാന ദിനം, ഓഗസ്റ്റ് 20 രാജീവ് ഗാന്ധി ജന്മദിനം. ഓക്കെ അല്ലേ? അടുത്ത നോക്കിക്കേ, പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭാ മന്ദിരം. എന്താണ് ക്വസ്റ്റ്യൻ? പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭാ മന്ദിരമാണ് ഡൽഹി നിയമസഭ എന്ന് പറയുന്നത് കേട്ടോ. ഡൽഹി നിയമസഭ. അപ്പൊ പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭാ മന്ദിരമാണ് ഡൽഹി നിയമസഭ. ഓക്കെ അല്ലേ? അടുത്തത് ഒരു വേദിയാണ്. എന്തിന്റെ വേദിയാന്ന് നോക്കിയേ? പ്രഥമ കേരള ഏവിയേഷൻ ഉച്ചകോടി. എന്താണ്? പ്രഥമ കേരള ഏവിയേഷൻ ഉച്ചകോടി വേദി ഏതാണ്? കൊച്ചിയാണ് കേട്ടോ. കൊച്ചിയാണ്, മറക്കരുത്. അടുത്ത ക്വസ്റ്റ്യൻ, ഗൂഗിളിന് 312.18 ക്രോർ അല്ലെങ്കിൽ കോടി രൂപ പിഴ ചുമത്തിയിട്ടുള്ള ഒരു രാജ്യമുണ്ട്. നമ്മുടെ ഗൂഗിളിന് 312.18 കോടി രൂപ പിഴ ചുമത്തിയ രാജ്യമാണ്. ഏത് രാജ്യമാണത്? ഓസ്ട്രേലിയ. ഏത് രാജ്യമാ? ഓസ്ട്രേലിയ. അടുത്തത് ഒരു ബുക്കാണ്, ബഷീർ മുതൽ MT വരെ. എന്താണ്? ബഷീർ മുതൽ MT വരെ എന്ന ബുക്ക് എഴുതിയത് ആരാണ്? എസ് ഭാസുരചന്ദ്രനാണ്. ബുക്കൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, നോക്കിക്കോണം. ബഷീർ മുതൽ MT വരെ എന്ന ബുക്ക് ആരുടെയാണ്? എസ് ഭാസുരചന്ദ്രന്റെയാണ്. ആരുടെയാണ്? എസ് ഭാസുരചന്ദ്രൻ. അടുത്ത നോക്കിക്കേ, യുവാക്കൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഒരു പദ്ധതിയുണ്ട് കേന്ദ്ര സർക്കാരിന്റെ. അത് ഏതാണ് ആ പദ്ധതി? പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന. എന്താണ്? പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന. എന്താണ് ലക്ഷ്യം? യുവാക്കൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. ഓക്കെ. അടുത്തത് മിസ് യൂണിവേഴ്സ് 2025 മിസ് യൂണിവേഴ്സ് ഇന്ത്യ കിരീടം നേടിയ വ്യക്തി ആരാന്ന് നോക്കിയേ? മണിക വിശ്വകർമ്മ. ആരാണ്? മണിക വിശ്വകർമ്മയ്ക്കാണ്, ശർമ്മയല്ല കേട്ടോ, കർമ്മ, വിശ്വകർമ്മയാണ്. മണിക വിശ്വകർമ്മയ്ക്കാണ് 2025 മിസ് യൂണിവേഴ്സ് ഇന്ത്യ കിരീടം ലഭിച്ചത്. ഇവര് രാജസ്ഥാൻ സ്വദേശിനിയാണ്. അതുപോലെ ഇതിന്റെ വേദി എവിടെ വെച്ചിട്ടാണ് നടന്നതെന്ന് അറിയോ? ജയ്പൂരിൽ വെച്ചിട്ടാണ്. നടന്നത് എവിടെ വെച്ചിട്ടാണ്? ജയ്പൂരിൽ വെച്ചിട്ടാണ്. ഓർത്തു വെച്ചേക്കണം, 2025 മിസ് യൂണിവേഴ്സ് ഇന്ത്യ കിരീടം നേടിയത് മണിക വിശ്വകർമ്മയാണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ആദ്യം മുതൽ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അന്താരാഷ്ട്ര ആർക്കൈവ്സ് ഹെറിറ്റേജ് സെന്റർ നിലവിൽ വന്ന ക്യാമ്പസ് ഏതാണ്? ഏതാണ് ക്യാമ്പസ്? കാര്യവട്ടം ക്യാമ്പസ് ആണ്, തിരുവനന്തപുരം. ലോകത്തിലെ ഏറ്റവും വലിയ താളിയോല കയ്യെഴുത്ത് പ്രതി മ്യൂസിയം നിലവിൽ വരുന്നത് തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലാണ്. കേരളത്തിലെ ആദ്യത്തെ AI റോബോട്ടിക് ലാബ് ഏത് സർക്കാർ സ്കൂളിലാണ് വന്നത്? പൂവത്തൂർ ഗവൺമെന്റ് സ്കൂളിലാണ്, അത് മലപ്പുറത്താണ്. 18ാമത് മലയാറ്റൂർ അവാർഡ് ലഭിച്ചത് ഈ സന്തോഷ് കുമാറിനാണ്. ഈ സന്തോഷ് കുമാറിന്റെ തപോമയുടെ അച്ഛൻ എന്ന കൃതിക്കാണ്. ഇതിന് ഏറ്റവും ദൈർഘ്യമേറിയ സ്വാതന്ത്ര്യദിന പ്രസംഗം നടത്തിയത് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയാണ്. എത്ര സമയമാണ്? 103 മിനിറ്റ് ആണ്. ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡാണ് അദ്ദേഹം തകർത്തിട്ടുള്ളത്. ഓക്കെ. ഇതിന് 79ാമത് സ്വാതന്ത്ര്യ ദിനത്തിന്റെ പ്രമേയം എന്താണ്? നയാ ഭാരതം. നയാ ഭാരതം. കെ-ഫോണിന്റെ ഔദ്യോഗിക ചിഹ്നം അല്ലെങ്കിൽ കെ-ഫോണിന്റെ ഭാഗ്യചിഹ്നമാണ് ഫിബോ എന്ന കടുവ. എന്താണ്? ഫിബോ എന്ന കടുവ. IOCയുടെ മാനസികാരോഗ്യ അംബാസിഡർ ആയിട്ട് നിയമിതനായത് അഭിനവ് ബിന്ദ്രയാണ്. 2025 ഷാൻഹായ് കോർപ്പറേഷൻ ഉച്ചകോടി വേദി ഏതാടാ? ടിയാൻജിൻ കേട്ടോ. ടിയാൻജിൻ ചൈനയാണ്. 2024 ഓർത്ത് വെച്ചേക്ക, കസാക്കിസ്ഥാനിലെ അസ്താനയാണ്. ഓഗസ്റ്റ് 9 എന്താ? നാഗസാക്കി ദിനമാണെന്ന് പറഞ്ഞു. ഓഗസ്റ്റ് 12 ആണെങ്കിൽ അന്താരാഷ്ട്ര യുവജന ദിനമാണ്. ഓഗസ്റ്റ് 13 ആണെങ്കിൽ ലോക അവയവദാന ദിനമാണ്. ഓഗസ്റ്റ് 20 രാജീവ് ഗാന്ധി ജന്മദിനമാണ്. ഓക്കെ. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭാ മന്ദിരമാണ് ഡൽഹി നിയമസഭ. പ്രഥമ കേരള ഏവിയേഷൻ ഉച്ചകോടി വേദി കൊച്ചിയാണ്. ഗൂഗിളിന് 312.18 കോടി രൂപ
പിഴ ചുമത്തിയ രാജ്യം ഓസ്ട്രേലിയയാണ്. ബഷീർ മുതൽ MT വരെ എന്ന ബുക്ക് ആരുടെയാണ്? S ഭാസുരചന്ദ്രന്റെ ബുക്കാണ്. ദെൻ യുവാക്കൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പദ്ധതി ഏതാണ്? പ്രധാനമന്ത്രി വികസിത ഭാരത റോസ്ഗാർ യോജനയാണ്. ദെൻ 2025 മിസ് യൂണിവേഴ്സ് ഇന്ത്യ കിരീടം നേടിയ വ്യക്തി ആരാ? മണിക വിശ്വകർമ്മയാണ്. രാജസ്ഥാൻ സ്വദേശിനിയാണ്. ഇതിന്റെ വേദി എവിടെ വെച്ചിട്ടാണ് നടന്നത്? നമ്മുടെ ജയ്പൂരിൽ വെച്ചിട്ടാണ് കേട്ടോ, ജയ്പൂരിൽ വെച്ചിട്ടാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മൾ ഇന്നലെ ക്യാൻസൽ ആയ പരീക്ഷ ഉടനെ തന്നെ ഉണ്ടാകും. അതുപോലെ ഓഗസ്റ്റ് 1-ാം തീയതി 3-4 ഘട്ടം നടക്കുവാണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഷുവർ ഷോർട്ട് കറണ്ട് അഫയേഴ്സ് ഈ 1-ാം ഘട്ടത്തിന് 2-ാം ഘട്ടത്തിന് ചെയ്ത പോലെ തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ. 10th പ്രിലിംസിന് വേണ്ടിയിട്ട് നമുക്ക് ഉറപ്പായിട്ടും ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ 2025 ഓഗസ്റ്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു കറണ്ട് അഫയേഴ്സ്. അപ്പോൾ നമുക്ക് പരീക്ഷ അടുക്കുന്തോറും നമുക്കത് ചെയ്യാം. ഓക്കെ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.